നമുക്കിന്നിവിടെ ആത്മാവ് എന്താണെന്നും അതെങ്ങനെയാണ് എല്ലാ മതങ്ങളും ആത്മാവിനെ കുറിച്ച് പറയുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ സനാതന ധർമ്മത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാരതത്തില് ഈ ആത്മാവിനെ കുറിച്ച് പറയുകയല്ലാതെ മറ്റു പുസ്തകങ്ങൾ മറ്റ് വേദങ്ങളിൽ ഇല്ലെങ്കിൽ മറ്റു മതക്കാരുടെ പുസ്തകങ്ങളിൽ ഈ സംഗതികൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം എന്തിനാണ് ക്രിസ്തു മതത്തെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എന്തിനാണ് പള്ളിയിലച്ഛൻ പള്ളിയിലച്ഛനാണല്ലോ നമ്മളെ വിളിച്ചത്. എന്തിനാണ് പള്ളിയിലച്ഛൻ? വീട്ടിലൊരച്ഛനുണ്ട്, പള്ളിയിലും ഒരച്ഛനുണ്ട്. അപ്പോ പള്ളിയിൽ അച്ഛനുണ്ട്, വീട്ടിലച്ഛനുണ്ട്. അപ്പൊ നമ്മുടെ യഥാർത്ഥ അച്ഛനാണ്. നമുക്ക് ചിന്തിക്കാൻ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു വിഷയം, വീട്ടിലെ അച്ഛൻ ശരീരത്തിന്റെ അച്ഛൻ. ശരീരത്തെ അമ്മ പ്രസവിച്ച് താഴെ വെട്ട് തന്ത വളർത്തുന്നതാണ്. അപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ ശരീരത്തെ വളർത്തി വലുതാക്കുന്ന വീട്ടിലെ അച്ഛൻ. എന്നാൽ വലുതായി കഴിയുമ്പോ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ പള്ളിയിലെ അച്ഛൻ നമ്മളെന്ത് പറയുന്നു? നീ ഈ കത്തിച്ചു കളയേണ്ട കുഴിച്ചിടേണ്ട ശരീരമല്ല നീ എന്ന് ആവർത്തിച്ചു പറഞ്ഞു തന്ന്, നീ ആത്മാവാണ് എന്ന് പറഞ്ഞു തന്ന് നമ്മളിൽ ആത്മാവിനെ വളർത്തിയെടുക്കുന്ന ആളിന്റെ പേരാണ് പള്ളിയിലച്ഛൻ. അപ്പൊ ശരീരത്തിന്റെ അച്ഛൻ, വീട്ടിലെ അച്ഛൻ, പള്ളിയിലച്ഛൻ ആത്മാവിനെ ഉയർത്തി ശരീരത്തിൽ നിന്നും പാടെ വലിച്ചു മാറ്റി നീ ആത്മാവാണ് എന്ന തത്വത്തിൽ ഉയർത്തി ആത്മാവാണ് നീ എന്നതിലേക്ക് ആഴ്ച നിർത്തിക്കാനുള്ള കരുത്തുള്ളവനായിരിക്കണം പള്ളിയിലച്ഛൻ. എന്നാൽ സാഹചര്യത്തിന്റെ ഇല്ലെങ്കിൽ ആഹാരത്തിന്റെ ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിവില്ലാത്തത് മൂലം വീണ്ടും വീണ്ടും ശരീരത്തെ ഉയർത്തി കാട്ടിത്തരുന്നു. നീ അങ്ങനെ ചെയ്യ്, നീ ഇങ്ങനെ ചെയ്യ്, നീ അങ്ങോട്ട് പോ, നീ ഇങ്ങനെ ചെയ്യ്, നീ ഇത് പഠിപ്പിക്ക്, നീ അത് അറിയ്, നീ ഇത് കേൾക്ക്, നീ ഇങ്ങനെ ചെയ്യ്, നീ ജീവിതത്തിൽ ഉയർക്ക്, നിനക്ക് ലക്ഷ്യമുണ്ട്. ഇല്ല, എന്താ കാര്യം? എല്ലാവരും ഈശ്വരൻ നിശ്ചയം പോലെ സഞ്ചരിച്ചു. ഈശ്വര ഭഗവത്ഗീതയിലെ ഒരു മന്ത്രം, ഈശ്വര സർവഭൂതാന ഹൃദയശയാധികതിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാനുമായ. ഈശ്വര സർവഭൂതാനം ഹൃദയശേ. ആ ശരീരത്തിന്റെ ഉള്ളിൽ ഉള്ളിൽ ഇരിക്കുന്ന ആ ഈശ്വരൻ ചലിപ്പിക്കുന്നതിനനുസരിച്ച് നാം കയ്യും കാലും ചലിപ്പിച്ച് ഇങ്ങനെ നടക്കുന്നു എന്ന ഭഗവത്ഗീതയിലെ മന്ത്രം. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, നീ ഇങ്ങോട്ട് പോ, നീ അങ്ങോട്ട് നടക്ക്, നീ ഇങ്ങനെ ചെയ്യ്, നീ ഈ അറിവ് പഠിക്ക്, നീ ആ അറിവ് പഠിക്ക്, നീ ഇങ്ങനെ. ഇല്ല, അതിന് സാധ്യതയില്ല. കാരണം ഈശ്വര നിശ്ചയം പോലെ നാം ഓരോരുത്തരും സഞ്ചരിച്ചു. പക്ഷെ നമുക്കറിയില്ല, ഞാൻ നടക്കുന്നു, ഞാൻ ഓടുന്നു, ഞാൻ നിൽക്കുന്നു, ഞാൻ പോകുന്നു, അല്ലേ? ഇനി അതിലേക്ക് പോയാൽ വീണ്ടും വഴി തിരിഞ്ഞു പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും ബൈബിളിലേക്ക് വരിക. എന്താ കാര്യം? നീ ഈ അച്ഛൻ പഠിപ്പിച്ച ആ ആത്മാവിനെ അറിയുമ്പോൾ നീ ഏതൊരു ദൈവത്തിന് വേണ്ടിയാണോ കെട്ടിവച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ മുഴുവനും കല്ലിന്മേൽ കല്ലുകൊണ്ട് മറിയും. നിങ്ങളുടെ മുന്നിൽ കല്ലിന്മേൽ കല്ലുകൊണ്ട് മറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ദൈവത്തിന് വേണ്ടി നീ കെട്ടിവച്ചിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം കല്ലിന്മേൽ കല്ലുകൊണ്ട് മറിയും. രണ്ട് കഥാപാത്രങ്ങൾ ബൈബിളിൽ, ഒന്ന് മാർത്ത, ഒന്ന് മറിയം. യേശു ദേവൻ മാർത്തയുടെയും മറിയത്തിന്റെയും വീട്ടിൽ ചെന്നിരിക്കുമ്പോ യേശുദേവൻ കഥകൾ പറയുകയാണ്, കാര്യങ്ങൾ പറയുകയാണ്. എന്താ പറയുന്നത്? നീ കത്തിച്ചു കളയേണ്ട കുഴിച്ചിടേണ്ട ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് നീ എന്ന് ആ യേശുദേവൻ പറഞ്ഞു കൊടുക്കുമ്പോ മാർത്ത എന്ത് ചെയ്യുന്നു? യേശുവിന് കുളിക്കാനുള്ള വെള്ളവും നനയ്ക്കാനുള്ളതും ഇരിക്കുന്ന അവർക്ക് ആഹാരം കൊടുക്കാനും ചായ കൊടുക്കാനും അത് ചെയ്യാനും ഇത് ചെയ്യാനും വെമ്പൽ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓടി വരും യേശുദേവനോട് വഴക്ക് പറയും. യേശുദേവൻ ഇങ്ങനെയാണ് കാര്യം, ഈ മറിയ എന്നോടൊപ്പം സഹകരിക്കുന്നില്ല, രണ്ടുപേരും ഇരട്ട സഹോദരിമാരാണ്, എന്നെ സഹായിക്കുന്നില്ല, പറയൂ, ഒന്ന് പറയൂ, അവളോടൊന്ന് സംസാരിക്കും എന്ന്
മാർത്ത ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കുളിക്കാനുള്ള ചൂടുവെള്ളം ഒരുക്കുന്നുണ്ട്, ആഹാരത്തിനുള്ള ആഹാരവും വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നാൽ മറിയാകട്ടെ യേശുദേവൻ പറഞ്ഞ വാക്കുകളെ നിരന്തരം അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിരന്തരം കേട്ട് അപ്പൊ യേശുദേവൻ പറയുന്നുണ്ട്, മാർത്തേ, നീ കുറ്റം പറയരുത്, പ്രശ്നങ്ങളിൽ പെടരുത്, ആ മറിയെ നോക്കൂ, എന്റെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? യേശുദേവൻ കവലകൾ തോറും ചെന്ന്, ഇപ്പൊ പെന്തക്കോസ്തുകാരൊക്കെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ കവലകൾ തോറും ചെന്ന് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? നീ എന്ന് പറയുന്നത് കത്തിച്ചു കളയേണ്ട, കുഴിച്ചിടേണ്ട ഈ ശരീരമല്ല, അതിൽ സത്യത്തിന് പരമാത്മ ചൈതന്യമാണ് നീയോ. അത് നിനക്കെല്ലാം ഇരിക്കുമ്പോൾ, പണം, വസ്തു, കെട്ടിടം, പണം, വസ്തു, വീട്, കുടുംബം, വസ്തുവകൾ, മക്കൾ, കുടുംബം, ഇതെല്ലാം ഇരിക്കുമ്പോൾ തന്നെ നിനക്കതറിയാം. നിന്റെ മനസ്സിനെ വലിച്ചെറിഞ്ഞ് അതിലേക്ക് നിനക്ക് കുതിച്ചു ചാടാം. അപ്പൊ ഈ കർമ്മത്തിലൂടെ എല്ലാം നേടിയെടുക്കുന്നതോ? കർമ്മത്തിലൂടെ നേടിയെടുക്കുന്നതെല്ലാം ആ ചെന്നിരുന്നിട്ട് അതിനൊന്നും തെറ്റെന്നല്ല പറയുന്നു. ഈ ജ്ഞാനത്തിലേക്ക് വരുന്ന വഴിയിലുള്ള സംഗതികൾ. അപ്പോ ആ സംഗതിയെ അങ്ങോട്ട് ശരിക്ക് കൈകാര്യം ചെയ്തിട്ട് നിനക്ക് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനോടൊപ്പം ജീവിച്ചിരിക്കുമ്പോ നിനക്കത് കൈകാര്യം ചെയ്യാം. നിന്റെ മനസ്സിന് 24 മണിക്കൂറും നിന്റെ മനസ്സിനെ കൊടുക്കാം, നിന്റെ ചിന്തകളെ നിനക്ക് കൊടുക്കാം. ചിന്തകളെ കൊടുക്കാൻ കഴിയുമോ? അതിന് വലിയൊരു തലം അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാർക്ക് എല്ലാവർക്കും സാധിക്കും. അതിനെന്താ വഴി? അത് ഒരു ഗുരുവിനെ കണ്ടെത്തും. ഏത് ഗുരുവിനെ? യേശുദേവനെ പോലും ഗുരുവിനെ കണ്ടെത്തണം. അത് ഇങ്ങനെയുള്ള യേശുദേവൻ എന്ത് പറഞ്ഞു കൊടുത്തത്? ഇങ്ങനെയാണ് കാര്യങ്ങൾ. കവലകൾ തോറും നിന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അറിയോ, ആ ക്ഷേത്രങ്ങളിലെല്ലാം അങ്ങോട്ട് കയറി യേശുദേവൻ പിടിച്ചിട്ട് അവിടെ നിന്ന് പണമിട്ട് മേശയിട്ട് നിരന്തരം പണം നേടിക്കൊണ്ടിരുന്നവരെ എല്ലാം ചാട്ടക്കഴിച്ച് പുറത്താക്കി. കാരണം എന്താ? അവർക്കാർക്കും ആത്മാവിനെ കുറിച്ച് അവർക്കാർക്കും എന്താണ് ആത്മാവ് എന്ന് അവർക്കാർക്കും അറിയില്ല. അതുകൊണ്ട് അടിച്ചു പുറത്താണ്. കാണുന്നവരോടെല്ലാം കവലകളിൽ നിന്നും പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നീ എന്ന് പറയുന്നത് കത്തിച്ചു കളയേണ്ട, കുറിച്ചിടേണ്ട ശരീരമല്ല, ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണ് നീ എന്ന് പ്രഖ്യാപിച്ചു, പറഞ്ഞു. അപ്പോ വഴിയെ പോയ ഭടന്മാരെല്ലാം പറഞ്ഞുകൊണ്ടുപോയി. ഇവിടെ നമ്മുടെ ഭാരതത്തില് ഞാൻ ഈശ്വരനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ, ഈ റോഡിൽ ഇറങ്ങി പ്രഖ്യാപിച്ചാൽ നമ്മളെ ആരും അടിക്കില്ല. അതുപോലെ അല്ല ഇസ്രായേൽ. അവിടെ ഞാൻ ദൈവമാണ് എന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ പ്രശ്നത്തിൽ കലാശിക്കും. ഭടന്മാർ പറഞ്ഞു കൊടുത്തു, മേലിൽ നീ ദൈവമാണ് എന്ന് പറഞ്ഞിവിടെ കുഴപ്പമുണ്ടാകാൻ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, അതുകൊണ്ട് നീ കുഴപ്പമുണ്ടാകാൻ. വീണ്ടും അദ്ദേഹത്തിന്റെ പണിയിൽ, കാരണം അദ്ദേഹത്തിന് ഭയമില്ല, പറഞ്ഞു. എന്നാൽ നീ ദൈവമാണെങ്കിൽ രക്ഷപ്പെടുമെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് 2 കള്ളന്മാരോടൊപ്പം ആ കുരിശിലേക്ക് എടുത്ത് തളച്ചു. അപ്പോ ഈ ഭടന്മാർ കണ്ടത് യേശുവിന്റെ ശരീരമായിരുന്നു, യേശു കണ്ടത് ആത്മാവിനെ. ആ യേശുദേവൻ തീർച്ചയായിട്ടും ആ വിഷയത്തെ കണ്ടതുപോലെ നമുക്കും കാണാം. അതുപോലെ അടുത്ത ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, എന്താ അതിന് പറയുന്നതിന് മുമ്പ് ബൈബിൾ എന്ന വാക്കിനർത്ഥം കൂടി നമുക്ക് പറഞ്ഞു. ബൈബിൾ എന്ന വാക്കിനർത്ഥം കുറിച്ചു വയ്ക്കേണ്ട. എന്താ കുറിച്ചു വയ്ക്കേണ്ടത്? ഇതിനകത്തുള്ള ആത്മാവിനെ കുറിച്ചുള്ള സംഗതികളെ കുറിച്ചു വയ്ക്കും. ശരീരത്തെ കുറിച്ചുള്ള സാധനങ്ങളല്ല, ആത്മാവിനെ കുറിച്ചുള്ള സാധനങ്ങളെ കുറിച്ചു വയ്ക്കും. യേശു എന്ന വാക്കിനർത്ഥം രക്ഷകൻ എന്ന്. ഏതിൽ നിന്നാണ് രക്ഷിക്കുക? നിന്നെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷിച്ചോ ആത്മാവിലേക്ക് മാറ്റുന്നവനെന്നാണ് രക്ഷകൻ എന്ന വാക്ക്. ഇത് രണ്ടും പറഞ്ഞിട്ട് നമുക്ക് ഇസ്ലാമിലേക്ക് വരാം. ഇസ്ലാമിക ഖുർആൻ എന്നാൽ എന്താ? ഖുർആൻ ആവർത്തിച്ചു വായിക്കപ്പെടേണ്ടത്. എങ്ങനെ ആവർത്തിച്ചു വായിക്കണം ഖുർആൻ? ഖുർആൻ വായിക്കുമ്പോ എനിക്ക് ആദ്യം ഖുർആനൊക്കെ വായിക്കുമ്പോ എനിക്ക് ഭ്രാന്ത്. കാരണം ഒന്നുമായിട്ട് അങ്ങോട്ട് ചേരുന്നു. എന്താ ഖുർആൻ എന്ന വാക്കിനത്? ആവർത്തിച്ചു വായിക്കും. എങ്ങനെ ആവർത്തിച്ചു വായിക്കണം? ആദ്യം കണ്ണുകൊണ്ട് വായിക്കണം, പിന്നെ മനസ്സുകൊണ്ട് വായിക്കണം, പിന്നെ ബോധം കൊണ്ട് വായിക്കണം, പിന്നെ പ്രജ്ഞ കൊണ്ട് വായിക്കണം, പിന്നെ ആത്മാവ് കൊണ്ട് വായിക്കണം. ആവർത്തിച്ചു വായിക്കണം. അത് സ്വർഗത്തെ കുറിച്ചാണ് ഖുർആനിൽ മുഴുവനും പറഞ്ഞ. അല്ല, നിന്റെ മടക്കം ഖിയാമത്ത് നാളിലേക്കല്ല. ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ ലോകാവസാനത്തിലേക്ക്. നിന്റെ മടക്കം ഖിയാമത്ത് നാളിലേക്കല്ല. നിന്റെ മടക്കം നരകത്തിലേക്കല്ല.
നിന്റെ മടക്കം സ്വർഗത്തിലേക്കല്ല, നിന്റെ മടക്കം അള്ളാഹുവിലേക്കത്ര. അള്ളാഹു എന്നാൽ നാമവും രൂപവും ഇല്ല. നിന്റെ മടക്കം അള്ളാഹുവിലേക്കത്ര. ആ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് എന്ത് വേണം? അതിനെ അറിയണം. ഏതിനെ അറിയണം? നിന്റെ ഉള്ളിലിരിക്കുന്ന സംഗതിയെ നീ അറിയണം. അതിനെന്താ വേണ്ടത്? നിസ്കരിക്കണം. നിസ്കാരത്തിൽ ജനിച്ചു നിസ്കാരത്തിൽ മരിക്കുന്നവരെ എത്രയോ പേരെ നമ്മൾ കണ്ടു. ഇപ്പോഴും അതാണ് തുടർന്നു. ചെറുപ്പക്കാരെല്ലാം അത് തന്നെയാണ്. നിസ്കാരത്തിൽ ജനിച്ച് നിസ്കാരത്തിൽ മരിക്കും. നമ്മൾ പള്ളിയിൽ ജനിച്ചു പള്ളിയിൽ മരിക്കും. ക്ഷേത്രത്തിൽ ജനിച്ചു ക്ഷേത്രത്തിൽ മരിക്കും. അതല്ല നമ്മൾ പറയും. നീ ഈ ശരീരത്തിൽ ജനിച്ച് ആത്മാവിൽ മരിക്കണം. അപ്പോ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് വുദു എടുക്കണം. കൈയും കാലും കണ്ണും ഒക്കെ എന്താ? കൈ കഴുകുമ്പോ അള്ളാഹുവിനെ പരിലാളിക്കുക, കാല് കഴുകുമ്പോ അള്ളാഹുത്വത്തിലേക്ക് നടന്നെടുക്കുക, കാത് കഴിയുമ്പോ അള്ളാഹുവിനെ കുറിച്ച് മാത്രം കേൾക്കുക, കണ്ണ് കഴിയുമ്പോ അള്ളാഹുവിനെ ദർശനം, മൂക്ക് കഴിയുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള മണം മാത്രം എടുക്കുക, കഴിയുമ്പോ അള്ളാഹുവിനെ കുറിച്ച് മാത്രം സംസാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചെന്ന് കയ്യിൽ കെട്ടി നിൽക്കും. 360 വിഗ്രഹം മക്കയിൽ ഇരുന്ന 360 വിഗ്രഹത്തെയും തകർത്തിട്ടോ മുഹമ്മദ് എന്ന് പറഞ്ഞു കൊടുത്തു? ആ ഏക ദൈവത്തിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ അവരെ കൊണ്ടുപോകും. ഈ വിഗ്രഹങ്ങളുടെ ഒരു സ്വാധീനവും ഇല്ലാതെ വളരെ വേഗത്തിലേക്ക് ഞാൻ ആത്മാവിലേക്ക്, അല്ലെങ്കിൽ ഉള്ളറകളിലേക്ക്, ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിയും ഈ നിസ്കാരത്തിലൂടെ എന്ന് പറ്റിയ. പക്ഷെ കഴിഞ്ഞില്ല. എന്താ കാര്യം? അദ്ദേഹത്തിന് ഹിറാ ഗുഹയിലിരുന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തോട് അള്ളാഹു റഹ്മത്തുള്ളാഹി അശ്ശരീനോട് കൽപ്പിച്ചു, മുഹമ്മദേ നീ എന്നെ കാണുന്നുണ്ടോ? മുഹമ്മദേ, അള്ളാഹു റഹ്മത്തുള്ളാഹി ഞാൻ കാണുന്നില്ല. അള്ളാഹു റഹ്മത്തുള്ളാഹി മുഹമ്മദേ നീ എന്നെ അറിയുന്നുണ്ടോ? മുഹമ്മദേ, അള്ളാഹു റഹ്മത്തുള്ളാഹി ഞാൻ അറിയുന്നില്ല. അള്ളാഹു റഹ്മത്തുള്ളാഹി മുഹമ്മദേ നീ എന്നെ കാണുന്നില്ലേ? മുഹമ്മദേ, അള്ളാഹു റഹ്മത്തുള്ളാഹി ഞാൻ കാണുന്നില്ല. മുഹമ്മദേ ഞാൻ നിന്റെ മനസ്സാണ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ജിബ്രീൽ വഴിയാ കേൾക്കുന്നത്. ജിബ്രീൽ എന്ന് പറഞ്ഞ മാലാഖ, നേരിട്ട് കേട്ടതല്ല, ഒരു മാലാഖ വഴി കേൾക്കുന്നു. ഞാൻ നിന്റെ ഉള്ളിലിരിക്കുന്നു മനസ്സായിട്ട്. അതിനെയാണോ അറിയുന്നത്? അല്ല. എന്താ സക്കാത്ത്? നമ്മൾ ചെറിയ വിഷയമാണ്. എന്താ സക്കാത്ത്? ഹിറാഗുഹയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന മുഹമ്മദിനോട് അള്ളാഹു റഹ്മത്തുള്ളാഹി അശ്ശരീനോട് കൽപ്പിച്ചു, മുഹമ്മദേ നിന്റെ ധനത്തിൽ പകുതി പാവപ്പെട്ടവനുള്ളതാണ്. അത് നിന്റെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അതിനെന്താ? അള്ളാഹു റഹ്മത്തുള്ളാഹി എന്റെ കയ്യിൽ ഒരു ദുർഹവും ഇല്ലല്ലോ. അള്ളാഹു റഹ്മത്തുള്ളാഹി ഒരു ദുർഹവും എന്റെ കൈവശം ഇല്ലല്ലോ. ഞാൻ എങ്ങനെയാണ് കൊടുക്കുക? ഞാൻ പാവപ്പെട്ടവനാണെന്ന് അള്ളാഹുവിനെ അറിയില്ലേ? ഞാൻ എന്താ കൊടുക്കുക? മുഹമ്മദേ നിന്റെ കയ്യിലിരിക്കുന്ന ധനത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന എന്നെ കുറിച്ചുള്ള അറിവാണ്. മുഹമ്മദ് കറച്ചോടെ കിടന്നു. അപ്പൊ വീണ്ടും ജിബ്രീൽ വഴി കൽപ്പിച്ചു, മുഹമ്മദേ ഭാര്യ ഖദീജയും മകൾ ഫാത്തിമയും വീട്ടിൽ കാത്തിരിപ്പുണ്ട്, അങ്ങോട്ടേക്ക് പൊയ്ക്കോളൂ. മുഹമ്മദ് അവിടെ നിന്ന് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോ ഖദീജ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. 25 വയസ്സാണ് അദ്ദേഹത്തിന്. ഖദീജയ്ക്ക് 40 വയസ്സും. വന്നുടനെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് തെരുതര ചുംബിച്ചു. എന്താ പറഞ്ഞത്? ഖദീജ എന്താ പറഞ്ഞത്? മുഹമ്മദേ എവിടെയായിരുന്നു? എന്താ മറയ്ക്കുന്നത്? എന്താ മറയ്ക്കുന്നതിന് കാരണം എന്ത്? അവിടെ എന്താ മുഹമ്മദേ എന്ന് വിളിക്കാൻ കാരണം? മുഹമ്മദേ എന്ന് വിളിക്കാൻ കാരണം ഇവിടെയാണ്, ഈ സംസ്കാരത്തിൽ മാത്രമാണ് ചേട്ടാനും ഭവ്യതയും ബഹുമാനത്തോടു കൂടി ഭാരത സംസ്കാരമാണ്. അവരുടെ സംസ്കാരത്തിൽ അത്തരം ബഹുമതികളൊന്നുമില്ല. ഭർത്താവിനെയും അച്ഛനെയും അപ്പൂപ്പനെയും ഒക്കെ പേര് പറഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് കെട്ടിപ്പിടിച്ചു തെരുതര. എന്താ മറയ്ക്കുന്നത്? പനിയാണോ? സുഖമില്ലേ? എന്താ? അത് ഹിറാഗുഹയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ അള്ളാഹു റഹ്മത്തുള്ളാഹി അശ്ശരീനോട് കൽപ്പിച്ചിരിക്കുന്നു, എന്റെ ധനത്തിൽ പകുതി പാവപ്പെട്ടവനുള്ളതാണ്. അത് നമ്മുടെ ഔദാര്യമല്ല, അവന്റെ അവകാശമാണ് എന്ന് അള്ളാഹു റഹ്മത്തുള്ളാഹി കൽപ്പിച്ചു. അതിനെന്താ മുഹമ്മദേ? നമ്മുടെ മുഴുവൻ സമ്പത്തും അവർക്ക് കൊടുക്കാം. അപ്പോ മുഹമ്മദ് പറഞ്ഞു, അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന പണമല്ല, അല്ലെങ്കിൽ സമ്പത്തല്ല നമുക്ക് കൊടുക്കാനുള്ളത്, എന്നിലിരിക്കുന്ന അറിവാണ്. അതുകൊണ്ട് ഇപ്പോൾ സക്കാത്ത് എന്ത് കൊടുക്കും? അരി കൊടുക്കും. എന്തുകൊണ്ട്? അറിവില്ലാത്തത്. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ പറയുന്നത് നിന്റെ ഉള്ളിലിരിക്കുന്ന സത്യത്തെ, സത്യം എന്താണ് എന്ന അറിവ് നീ ആളുകളിലേക്ക് വിതരണം ചെയ്യുക. അതാണ് സക്കാത്ത്. അത് കൊടുക്കാൻ ആർക്ക് കഴിയും?
ആർക്കാ കൊടുക്കാൻ കഴിയില്ല. കൊടുക്കുന്നവർ കൊടുത്താൽ തന്നെ എന്താ കാര്യം? ഇത് ഇസ്ലാമിന് എതിരാണെന്ന് പറഞ്ഞ് അവരെ വെട്ടിക്കൊണ്ടു. അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വര നിശ്ചയം പോലെ സംഭവിക്കുന്നു. അതിന് നമുക്ക് ഒരു തർക്കവും ഇല്ല. ഇനിയാണ് നമുക്ക് ഹിന്ദു മതത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഹിന്ദു എന്നൊരു മതം ഉണ്ടോ? അങ്ങനെ ഇല്ല. കാര്യം സനാതന ധർമ്മം. കാരണം സനാതന ധർമ്മം എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പ്രേരിപ്പിക്കുകയാണ്. അച്ഛനും അമ്മയിലും ദൈവത്തിനെ കാണുന്നവരുണ്ട്, ചിത്രങ്ങളിൽ ദൈവത്തിനെ കാണുന്നവരുണ്ട്, വിഗ്രഹങ്ങളിൽ ദൈവത്തിനെ കാണുന്നവരുണ്ട്, ഗുരുവിൽ ദൈവത്തെ ദർശിക്കുന്നവരുണ്ട്, മനസ്സിൽ ദൈവത്തെ ദർശിക്കുന്നവരുണ്ട്, ബോധത്തിൽ ദൈവത്തെ ദർശിക്കുന്നവരുണ്ട്, പ്രജ്ഞയിൽ ദൈവത്തെ ഈശ്വരനായി തീരുന്നവരുമുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളതോ, നമുക്ക് ഓരോരുത്തർക്കും ആർക്കെല്ലാം ഞാൻ ഈശ്വരനാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള കരുത്താർക്കുണ്ട്? അതാണ് വേണ്ടത്. ഞാൻ ഈശ്വരൻ തന്നെയാണ്. ഗുരു എന്താ പറയുന്നത്? അത് നീയാകുന്നു. ഏത് നീയാകുന്നു? ഈ കത്തിച്ചു കളയേണ്ട, കുഴിച്ചിടേണ്ട ഈ ശരീരമല്ല നീയോ. ഈ ശരീരത്തിനകത്തിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് എന്ന് അങ്ങോട്ട് ആവർത്തിച്ചു പറഞ്ഞു തരുന്നു. തത്വമസി. തത്വമസി എന്ന് പറഞ്ഞാൽ നാല് വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, ധനുർവേദം, 4 വേദങ്ങൾ. അതിൽ 4 മഹാവാക്യങ്ങൾ. തത്വമസി, അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. 4 വാക്ക്. അതിൽ ആദ്യത്തെ ആ വാക്ക് ഉപദേശവാക്യം തത്വമസി. ആ തത്വമസി എന്ന് ഗുരുവിൽ നിന്ന് കേട്ട് ഞാനാകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിരന്തരം മനനം ചെയ്യണം. അയമാത്മാ ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ. എന്നിലിരിക്കുന്ന ആത്മാവ് ബ്രഹ്മമാകുന്നു, എന്നിലിരിക്കുന്ന ആത്മാവ് ബ്രഹ്മമാകുന്നു. അങ്ങനെ പറഞ്ഞ് നിരന്തരം ആവർത്തിച്ച് ആ പ്രജ്ഞയിലേക്ക് വന്ന്, ശരി, പ്രജ്ഞാന ബ്രഹ്മ, എന്റെ പ്രജ്ഞയാണ് ബ്രഹ്മം. നിരന്തരമായ മനനത്താൽ 4ാമത്തെ വാക്യം, മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. ഉറപ്പിക്കുന്നു, അഹം ബ്രഹ്മാസ്മി. എന്ത് വേണം? മനനം വേണം. ഇത് അറിവ്, ഇത് പരോക്ഷജ്ഞാനം. അറിവ്, ഇതിന്റെ അനുഭവം വേണം. അഹം ബ്രഹ്മാസ്മി എന്ന് വേണമെങ്കിൽ മനനം ചെയ്തിരിക്കണം. എങ്ങനെയാണ് മനനം ചെയ്യുക? ആദ്യം നാമവും രൂപവും ഉള്ളതിനെ വൈഖരിയാൽ പറയും. നാമവും രൂപവും ഉള്ള ഓം നമ ശിവായ, ഓം യേശുവേ നമ, ഓം നമ ശിവായ, ഓം അല്ലാഹു, ഇല്ലെങ്കിൽ വെറും അല്ലാഹുവേ നമ, ഇല്ലെങ്കിൽ യേശുവേ നമ, ഇല്ലെങ്കിൽ നമ ശിവായ, ദേവിയെ നമ, ഏത് വാക്ക് ഉപയോഗിക്കും? വൈഖരിയായിട്ട്, ചുണ്ടുകൊണ്ട് പറയുന്നതിന് വൈഖരി എന്ന് പറയും. വൈഖരിയായിട്ട് നിരന്തരം മനനം ചെയ്യും. എപ്പോഴൊക്കെ? എപ്പോഴും. ഇരിക്കുമ്പോ, കിടക്കുമ്പോ, നിൽക്കുമ്പോ, നടക്കുമ്പോ, സുഖിക്കുമ്പോ, കരയുമ്പോ, ചിരിക്കുമ്പോ, എപ്പോഴും 24 മണിക്കൂറും പറയും. അത് താനേ നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കും. ആഹാരം കൃഷി ചെയ്തു, എല്ലാം വിളയിച്ചു, എല്ലാം റെഡിയാക്കി, ആഹാരം നെല്ലുകുത്തി, അരിയാക്കി, ഉണക്കി കൊണ്ടുവന്നു, ചാക്കിൽ വച്ചു, ചോറ് വച്ചു, കറി വച്ചു, എല്ലാം റെഡിയാക്കിയിട്ട് ഉരുട്ടി ബാക്കിയകത്ത് വച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് യവ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അതുവരെ നമുക്ക് ചെയ്യാം. ഉള്ളിലേക്ക് ആ നാമവും രൂപമുള്ള മന്ത്രത്തെ നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് ഇറക്കി കൊടുത്തപ്പോ എന്ത് ചെയ്തു? അത് മധ്യമയിലേക്ക് വന്നു. മധ്യമയിൽ വന്നപ്പോ അതിന്റെ പേരെന്തായി? ശിവോഹം എന്ന മന്ത്രമായി. ശിവോഹത്തിന് എന്താ? നാമവും രൂപവും ഉള്ള മന്ത്രത്തിൽ നിന്നും ശിവോഹത്തിനുള്ളത് അത് നാമം മാത്രമായി, രൂപമില്ലാതെയായി. അതിന്റെ പേര് ശിവോഹം. ഇവിടെ മധ്യമയിൽ ആ മന്ത്രം എത്തുമ്പോ ശിവോഹം. അപ്പൊ വിവാഹം കഴിക്കാമോ? വിവാഹം കഴിക്കാൻ കുഴപ്പമില്ല. വിവാഹം കഴിക്കാത്തവരോ? അവരുടെ പ്രായം, അവർക്ക് അങ്ങനെയാണ് വിധിച്ച്. വിധിയൊന്നും നമുക്ക് തടുക്കാനൊന്നും നമുക്ക് കഴിയും. അപ്പൊ അത് ഇവിടെ വന്നപ്പോ, മധ്യമയിൽ വന്നപ്പോ നാമം, രൂപം പോയി, നാമം മാത്രമായി ശിവോഹം എന്ന മന്ത്രമായി. അത് കഴിഞ്ഞ് താഴേക്ക് പശ്ചിന്തിയിലേക്ക് ആ മന്ത്രം വന്നപ്പോ ഓം എന്നായി. അതിന് നാമരൂപ രഹിതമായിട്ട്. അത് കഴിഞ്ഞപ്പോ ആ മന്ത്രം പ്രാണനെ ഉള്ളിലേക്ക് വലിക്കുമ്പോ സ്വായെന്നും വെളിയിലേക്ക് വിടുമ്പോ ഹം സ്വാഹ സഹാഹം സ്വാഹ എന്ന മന്ത്രത്തിലേക്ക് കൽപ്പിച്ചു.
അത് കഴിഞ്ഞപ്പോ അടുത്ത സ്ഥലത്ത് വന്നപ്പോ മനസ്സിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ എന്ത് സംഭവിച്ചു? അടുത്ത പ്രാണനെ നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ കൊണ്ട് പരയിലേക്ക് വരണം. പരയിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധയും മനസ്സും വേണം. ഈ പരയിലേക്ക് താഴേക്ക് ആ മന്ത്രം വീണ്ടും താഴേക്ക് ഇറങ്ങി ആ പ്രാണനെയും മനസ്സിനെയും വെളിയിലേക്ക് വിട്ട് പ്രാണൻ അവിടെ തന്നെ സദാ ശ്രദ്ധ അവിടെ തന്നെ നിലനിൽക്കും. ഇത് എപ്പോഴും നടക്കുമോ? എപ്പോഴും. ചെറുപ്പക്കാരപ്പോ പണമുള്ളപ്പോ പണം ഇല്ലാത്തപ്പോ സുഖമുള്ളപ്പോ സുഖം ഇല്ലാത്തപ്പോ. ഇതാണ് സനാതന ധർമ്മം നമ്മളോട്. മറ്റതെല്ലാം പരോക്ഷ ജ്ഞാനമാണെങ്കിൽ ഇത് അപരോക്ഷത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകണം. ഈ മനനമില്ലാതെ ആരെന്തറിവ് പറഞ്ഞാലും നമുക്ക് അതങ്ങോട്ട് ചേരാനോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, കുഴപ്പമുണ്ടോ? ഇല്ല. ഞാൻ പടത്തിനെയാണ് പൂജിക്കുന്നത്, പ്രശ്നമുണ്ടോ? ഇല്ല. ഇന്ന് ഞാൻ വീട്ടില് വിളക്ക് കത്തിച്ച് പടത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ എന്റെ കൂട്ടുകാരൊക്കെ ചിലർ വന്നിട്ട് പറയണേ, നിന്റെ ഉള്ളിലാണ് ദൈവമെന്ന് നീ പറഞ്ഞിട്ട് നീ ഇപ്പോഴും പടത്തിനെ വെച്ചാണല്ലോ പൂജിക്കുന്നത്, അതെന്താണ് അങ്ങനെ എന്ന് പറയുമ്പോ ഞാൻ പറയും, ഞാൻ ആ പടത്തിൽ നിന്നും കരകയറി എന്റെ ഭാര്യയും മകളും ഇതേവരെ ആ പടത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. അവർക്ക് വേണ്ടി ഞാൻ അവരോടൊപ്പം ചേർന്ന് ഭഗവാനെ അവരോടൊപ്പം രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണ മുകുന്ദ രാമ ഭാഗ്യമാ. രാമ എന്ന് പറഞ്ഞാൽ ആത്മാവ് 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 ആത്മാവ്. രാമ 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 ഭാഗ്യമാം. ആത്മാവിന്റെ പാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാ. ആത്മാവിന്റെ പാദം ചേരണേ. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ആ പ്രഖ്യാപനം ഒടുങ്ങണം. ആ പ്രഖ്യാപനം ഒടുങ്ങണം. എങ്ങനെയാണ് ആ പ്രഖ്യാപനം ഒടുങ്ങുക? ഈശ്വരനെ രണ്ടായിട്ട് മുറിച്ച് പകുതി മായയുടെ ആഭാസമെന്നും പകുതി ബ്രഹ്മത്തിൽ ആരോപിതമെന്നും പറഞ്ഞ് ഈശ്വരനെ രണ്ടായിട്ട് തിരിച്ചു. അതൊക്കെ വലിയ തലങ്ങളാണ്, വെറുതെ കുഴപ്പങ്ങളുണ്ടാക്കുന്നത്. രണ്ടായിട്ട് ഈശ്വരനെയൊക്കെ തട്ടിക്കളയേണ്ട രീതി സനാതന ധർമ്മത്തിൽ ഉണ്ട്. ഇതൊക്കെ ത്രാണിയുള്ളവർക്കും തന്റേടമുള്ളവർക്കും എപ്പോഴും സമീപിക്കാം. എപ്പോഴും അവർക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ ആവർത്തിച്ച് ലക്ഷം പ്രാവശ്യം അവരോട് യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാതെ ചോദിക്കുന്നവർക്ക് ആവശ്യം പോലെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോ ആത്മാവ് എന്താണെന്ന് മാത്രമേ ഇതുവരെ മനസ്സിലായില്ല. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം, കാരണം എനിക്ക് 15 മിനിറ്റാണ്. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് എന്റെ വീട്ടിന്റെ നടവഴി എന്റെ വീട്ടിൽ കൂടെ വരുമ്പോ എന്റെ വീട്ടിനകത്തൊരു വിളി കേൾക്കുന്നു, എന്റെ ചേട്ടൻ പോയേ എന്നൊരു വിളി കേൾക്കുന്നു. എല്ലാവരും കൂടെ ഇപ്പം ഒരാള് അപ്പൂരാണ് അതുവഴി പോകുന്നത്, ഇന്നയാൾ അത് സംസാരിച്ച എന്റെ വീടല്ലേ, നമുക്കൊന്ന് കയറി നോക്കാന്ന് പറഞ്ഞ് വീട്ടിൽ കയറുമ്പോ ഞാൻ കിടന്ന് ഉറങ്ങുന്നു. എന്റെ ഭാര്യ അടുക്കയിൽ നിന്ന് വിളിക്കുന്നു, എന്റെ ചേട്ടൻ പോയേ. അപ്പോ വന്ന് എന്റെ ഭാര്യയോട് കേൾക്കും, നിന്റെ ചേട്ടൻ എവിടെ പോയെന്നാ പറയണത്? നിന്റെ ചേട്ടനെ എനിക്ക് അറിയാവുന്നല്ലോ, അന്ന് സംസാരിച്ച ആളല്ലേ ഈ കിടക്കുന്നത്. ഇയാൾ എവിടെ പോയെന്നാ പറയുന്നത്? ഇയാൾ എവിടെ പോയി എന്നാ പറയുന്നത്? ഇയാൾ ഇവിടെ കിടക്കുകയല്ലേ? അത് എപ്പോ എന്റെ ഭാര്യ പറയും, എന്റെ ചേട്ടൻ ചത്തുപോയി, എന്റെ ചേട്ടൻ സത്തുപോയാണ് പറഞ്ഞ് ലോപിച്ച് ചത്തുപോയി എന്നാണ്. എന്റെ ചേട്ടൻ സത്തു. അപ്പോ ചോദിച്ച അപ്പൊ ഒരു ദേഷ്യം എന്താ കേൾക്കുന്നത്? അപ്പൊ പിന്നെ എടിയുന്ന അപ്പൊ ഇതുവരെ ചേട്ടാ എന്ന് വിളിച്ചത് നീ ഈ കിടക്കുന്ന യവനെയാണോ ആ പോയ സത്തിനെയാണോ? ആരായാലും ചോദിച്ചു. ഈ കിടക്കുന്ന ഈ കത്തിച്ചു കളയേണ്ട കുഴിച്ചിടേണ്ട യവനെയാണോ ആ പോയ സത്തിനെയാണോ ചോദിക്കും. അപ്പോ അയാൾ എന്റെ ഭാര്യ ആരോഗ്യം ശരിയാണല്ലോ, ഞാൻ ഇതുവരെ ചേട്ടാ എന്ന് വിളിച്ചത്, ചുംബിച്ചത്, കെട്ടിപ്പിടിച്ചത്, എനിക്ക് ആഹാരത്തിനുള്ള വക കൊണ്ട് തന്നത്, എന്നോടൊപ്പം കളി പറഞ്ഞത്, എന്റെ മകളെ ചിരിച്ചത്, പൊട്ടിച്ചിരിച്ചത് എല്ലാം ഈ ശരീരമായിരുന്നില്ലല്ലോ. ആ ശരീരത്തിനകത്തിരിക്കുന്ന ആ പരമാത്മ ചൈതന്യമാണല്ലോ ഈ ശരീരം മുഴുവനും നിറഞ്ഞു കളിച്ചത്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു കളിക്കുന്നതെല്ലാം ആ ആത്മാവായിരുന്നുവല്ലോ. അത് മനസ്സിലാക്കുന്ന സമയം ആണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിയാണല്ലോ, ഞാൻ അതാണല്ലോ. ഇതെവിടെ എഴുതിയിരിക്കുന്നു? അതിൻ്റെ ഒരു സംശയമുണ്ട്. ഇതെവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? അപ്പൊ ഇവിടെ സംശയം ഉണ്ടാവുമല്ലോ, ഇതെവിടെയാണ് എഴുതിയിരിക്കുന്നത്?
എഴുതിയിരിക്കുന്നത് എവിടെയാണ് എന്ന് സംശയം വരും. രാമായണത്തിലെ താരോപദേശം എന്ന വാക്കിലാണ്. രാമായണത്തിലെ താരോപദേശം എന്ന ഭാഗം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുമ്പോ ഇത് അതേപടി താര രാമനോട് പറയുകയാണ്, രാമ, എന്റെ ഭർത്താവിനെ നീ കൊന്നില്ലേ, എന്റെ ഭർത്താവ് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അതുകൊണ്ട് രാമ, നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ കൂടി വധിച്ചു കളഞ്ഞേക്ക്. അപ്പോഴാണ് രാമനെയും ഈ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ്, ഇന്നതാണ്, ആത്മാവാണ്, നിനക്ക് സാക്ഷാത്കാരത്തിന് സമയമായി, നിനക്ക് സാക്ഷാത്കാരം വന്നു ചേർന്നിരിക്കുകയാണ്, അതിനു വേണ്ടിയാണ് നിന്നെ ഈ സങ്കടത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഒരുപാട് പറഞ്ഞു കുഴപ്പമാകില്ല. ഞാൻ 20 വർഷം പറഞ്ഞത് ഒരു നിമിഷം കൊണ്ട് പറയാൻ പറഞ്ഞാല് ഞാൻ എങ്ങനെയാ പറയുക? എനിക്ക് ഒരു ചെറിയ ഓ, എന്നാലും എല്ലാ ഗുരുക്കന്മാർക്കും ധന്യവാദം.